ആകർഷിക്കുന്ന രീതിയിൽ ഇവിടുത്തെ നാട്ടിലെ ആളുകൾ ചെയ്തിട്ടുണ്ട്. നല്ല ഇതുപോലെ അതിനൊക്കെ ആശയങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സഹോദരന്മാരെ, സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമുൽ ജുനൈദ് ബഗ്ദാദി റളിയല്ലാഹു തആല എന്ന് പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ മൻ അല്ലമ ഖദറഹു, അതിന്റെ രീതി വളരെ അതോടുകൂടി നല്ല അച്ചടക്കത്തിൽ ആർക്കും ബുദ്ധിമുട്ടാവാത്ത രീതി അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് ചൊല്ലി അല്ലാഹുവും അല്ലാഹുവിന്റെ റസൂലും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ മാത്രം ചെയ്ത് സ്വലാത്തുകൾ ധാരാളം ചൊല്ലി ഇതിന്റെ പേരിൽ ധാരാളം മദ്ഹ് ചൊല്ലി. നാം ഇവിടെ ഒരു മീലാദ് പരിപാടി നടത്തിയത് കൊണ്ട് ഒരു 2 ദിവസം 3 ദിവസം അല്ലെങ്കിൽ ഖിയാമത്ത് നാൾ വരെ ഇവിടെ നടത്തിയാലും അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിൽ ഇവിടെ ആർക്കും പ്രസംഗിച്ചിട്ടോ പാട്ടുപാടിട്ടോ എഴുതിട്ടോ മദ്ഹ് തീർക്കാൻ സാധ്യമല്ല. ഇമാം ബൂസൂരി റഹ്മഹുല്ലാ പറഞ്ഞതുപോലെ കടലിലുള്ള വെള്ളം അത് മസിയായാലും ഈ കാണുന്ന മരങ്ങൾ വൃക്ഷങ്ങൾ അത് പേരയായാലും ആ കടലുള്ള മസിയോട് ആ പേരയോട് മസിയെ ചേർത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് എഴുതാൻ ഒരാൾ നോക്കിയാൽ ലോക പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് എഴുതിയോ പ്രസംഗിച്ചോ പാടിയോ ആർക്കും ഇവിടെ തീർക്കാൻ സാധ്യമല്ല. വളരെ ഉത്കൃഷ്ടമായ സൽസ്വഭാവത്തിന്റെ ഉടമയായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ വളരെ പ്രധാനപ്പെട്ട നാം ശ്രദ്ധിക്കേണ്ടത് അച്ചടക്കമാണ്. അല്ലാഹുവിന്റെ ഖദർ ആ ഓരോദിന്റെ മജ്‌ലിസിൽ വളരെ ബഹുമാനത്തോടുകൂടി വളരെ ആദരവോടുകൂടി വളരെ അച്ചടക്കത്തിൽ ആ മജ്‌ലിസിൽ വന്നിരിക്കുക, ആ മജ്‌ലിസിൽ വന്ന് ധാരാളം സ്വലാത്തുകൾ ചൊല്ലുക, അവിടുത്തെ പഠിപ്പിച്ചതുപോലെ ആ രീതിയിൽ ജീവിച്ചാൽ എന്നാൽ ഫഖദ് ഫാസ ബിൽ ഈമാൻ, അവൻ ഈമാൻ കൊണ്ട് വിജയം കൈവരിച്ചവനായെന്ന് ഇമാമുൽ ജുനൈദ് ബഗ്ദാദി റഹിമഹുല്ലാഹ് പറയുകയാണ്. മഹാനുഭാവൻ പറയുന്നു, തബായി ഇദാ മദ്ദഉ അന്നാബി മുഹ്ജതി മദീഹു റസൂലിൻ ബിശ്ശഫാഅത്തി ഫറദു. അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ ആരെങ്കിലും മദ്ഹ് ചൊല്ലിയാൽ അല്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ പേരിൽ ആരെങ്കിലും സ്വലാത്തും സലാമും ചൊല്ലിയാൽ എന്തെങ്കിലും രോഗം അവർക്ക് ബാധിച്ചാൽ ആ നിയത്തോടുകൂടി അവൻ മദ്ഹ് ചൊല്ലുകയാണെങ്കിൽ അവന്റെ രോഗം മാറും. മഹാനുഭാവൻ പറയുന്നു, ഞാൻ എന്തെങ്കിലും ഒരു രോഗത്തിൽ ഏർപ്പെട്ടാൽ, എന്തെങ്കിലും എനിക്ക് കഴിയാതായാൽ, രോഗത്തിൽ ഞാൻ ഏർപ്പെട്ടാൽ ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ മദ്ഹ് നേർച്ചയാക്കുമായിരുന്നു. അങ്ങനെ ഞാൻ മദ്ഹ് ചൊല്ലിയാൽ എന്റെ രോഗം ശമനമാകുമായിരുന്നു, എന്റെ രോഗങ്ങൾ ശിഫാവുമാകുമായിരുന്നു എന്ന് ജുനൈദ് ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറയുകയാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ഹബീബിന്റെ പേരിൽ ധാരാളം സ്വലാത്തുകൾ അവിടുന്ന് പഠിപ്പിച്ചതുപോലെ നാം ജീവിക്കേണ്ടതുണ്ട്. വെറും ഒരു റാലി മാത്രമല്ല, നാം എല്ലാം അവിടുന്ന് പഠിപ്പിച്ചതുപോലെ അവിടുത്തെ സുന്നത്തും ജീവിതത്തിൽ മുറുകെ പിടിച്ച് ജീവിക്കേണ്ടവരാണ്. യഥാർത്ഥ ഒരു മുസ്ലിമായി, 100 മുസ്ലിമായി, പരിപൂർണ മുസ്ലിമായി, വെറും നാമധാരി മാത്രം മുസ്ലിമല്ല. എല്ലാം നമ്മുടെ ഓരോരോ അടയാളങ്ങൾ കാണുമ്പോൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ ഇസ്ലാമിന്റെ ആ ചട്ടക്കുട്ടയിൽ ആ രീതിയിലായിരിക്കണം നമ്മുടെ എല്ലാ നടപടികളും. അല്ലാഹു ആ രീതിയിൽ ജീവിക്കാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ഹദീസ്